നമസ്കാരം. ഇടുക്കി മൂന്നാർ പഞ്ചായത്തിലെ വിവിധ പദ്ധതികളിൽ വൻ ക്രമക്കേടെന്ന് ആരോപണം. ഹൈക്കോടതി ഇടപെടലിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൂന്നാർ പഞ്ചായത്തിലെ മുൻ സെക്രട്ടറി ആയിരുന്ന KN സഹജൻ ഇംപ്ലിമെന്റ് ഓഫീസറായി നടപ്പിലാക്കിയ 7ഓളം പദ്ധതികളിലാണ് അഴിമതി സംബന്ധിച്ച ആരോപണം ഉയർന്നിട്ടുള്ളത്. പൊതുപ്രവർത്തകനായ ബേസിൽ ജോർജ് പദ്ധതി നടത്തിപ്പിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. ഇതേ തുടർന്ന് ബേസിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതി വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശിക്കുകയുമായിരുന്നു. മൂന്നാർ ബ്യൂട്ടിഫിക്കേഷൻ വിപുലീകരണം, ലെഗസി വേസ്റ്റ് മാനേജ്മെന്റ്, മൂന്നാർ സോൺ വേസ്റ്റ് മാനേജ്മെന്റ്, സീവേജ് സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നിവയടക്കം 7 പദ്ധതികളിൽ ക്രമക്കേടുണ്ടെന്നാണ് പരാതിയിലെ സൂചന. പദ്ധതി നടപ്പിലാക്കിയ കാലയളവിലെ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബേസിൽ പരാതി നൽകിയിട്ടുള്ളതെന്നാണ് അറിയുന്നത്. മൂന്നാർ പഞ്ചായത്തിൽ വിവിധ മാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി 2021-22 കാലഘട്ടത്തിൽ 1.5 കോടിയിലധികം രൂപ ചിലവഴിച്ചിട്ടും മാലിന്യ സംസ്കരണം ഫലപ്രദമായി നടന്നിട്ടില്ലെന്നും മറ്റുമുള്ള ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശമാണ് ഇപ്പോൾ പരാതിക്കും ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്കും കാരണമായിട്ടുള്ളത്. ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ വേസ്റ്റ് ഡംപിംഗ് യാർഡിൽ നിക്ഷേപിക്കുക വഴി ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും പദ്ധതി നടത്തിപ്പ് കാരണമായിട്ടുണ്ടെന്നുള്ള ആക്ഷേപവും ശക്തമാണ്. മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ചെലവഴിച്ച തുകയും ബില്ലുകളും നടന്ന പ്രവൃത്തിയുമായി ഒത്തുനോക്കുമ്പോൾ വലിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നാണ് 2021-22 ഓഡിറ്റ് റിപ്പോർട്ടിലെ സൂചന. മാത്രമല്ല, ബന്ധപ്പെട്ട AE സാങ്കേതിക വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ ഇല്ലാതെയാണ് തുക സെക്രട്ടറി കമ്പനികൾക്ക് കൈമാറിയിട്ടുള്ളതെന്ന പരാമർശവും റിപ്പോർട്ടിലുണ്ട്. ഏകപക്ഷീയമായി കമ്പനി ഹാജരാക്കിയ ബില്ലുകൾ പരിശോധിക്കാതെ തുക കൈമാറിയത് പൊതുധനവിനിയോഗത്തിലെ മാനദണ്ഡങ്ങൾ മറികടന്നാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഓഡിറ്റ് പരാമർശങ്ങളിൽ ക്രമക്കേടിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും ഇത് ഇക്കൂട്ടരുടെ ഭാഗത്തു നിന്നുള്ള കുറ്റകരമായ അനാസ്ഥയാണെന്നും മറ്റുമുള്ള ആരോപണവും ശക്തമാണ്. മാലിന്യ സംസ്കരണത്തിന് ചിലവഴിച്ച തുക സുലേഖ സോഫ്റ്റ്വെയർ ചേർക്കാത്തതിന് പിന്നിലെ കാര്യകാരണങ്ങളെക്കുറിച്ചും ചർച്ചകൾ ചൂടുപിടിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് മാലിന്യങ്ങൾ മൂന്നാർ കല്ലാറിലെ ഡംപിംഗ് യാർഡിൽ നിക്ഷേപിച്ചത് പരിസര ജലവായു മലിനീകരണത്തിന് കാരണമായെന്നും ഇത് പരിസരവാസികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി എന്നും മറ്റുമുള്ള പരാതികളും ഉയർന്നിരുന്നു. മാലിന്യം നീക്കം ചെയ്യുന്നതിന് ക്ലീൻ കേരള കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറിലെ അവ്യക്തതയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മോണിറ്ററിംഗ് നടത്തിയില്ല. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന സമയത്ത് പഞ്ചായത്ത് അധികാരികളുടെ അസാന്നിധ്യം മൂലം നീക്കം ചെയ്ത മാലിന്യങ്ങളുടെ ഇനം, തരം, തൂക്കം എന്നിവ രേഖപ്പെടുത്താതെ പണം നൽകി. ഏകപക്ഷീയമായി ക്ലീൻ കേരള കമ്പനി നൽകിയ ഇൻവോയ്സുകൾ പ്രകാരം തുക നൽകി. ക്ലീൻ കേരള കമ്പനി മാലിന്യം നീക്കുന്നതിന് ചുമതലപ്പെടുത്തിയ കമ്പനികൾ ശാസ്ത്രീയമായി മാലിന്യം സംസ്കരിക്കുന്നുണ്ടോ എന്നും മാലിന്യങ്ങൾ അലക്ഷ്യമായി നിക്ഷേപിക്കുന്നുണ്ടോ എന്നും പരിശോധിച്ചില്ല തുടങ്ങിയ ആരോപണങ്ങളിലും അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. KN സഹജൻ സെക്രട്ടറി ആയിരുന്ന കാലയളവിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളിലും അന്വേഷണം വേണമെന്നും കരാർ കമ്പനികളും സെക്രട്ടറിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നുമാണ് പരാതിക്കാരന്റെ പ്രധാന ആവശ്യം. മാലിന്യ സംസ്കരണ പദ്ധതികളിലെ ക്രമക്കേടുകളിൽ വിശദമായ വകുപ്പ് തല പരിശോധനയ്ക്ക് ഉന്നതാധികൃതർ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളിൽ ഒട്ടുമിക്കവർക്കും മലയാള ഭാഷാ പരിജ്ഞാനമില്ലാത്തതും തട്ടിപ്പിന് വളമായി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.